പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ എപ്സൺ L360 എന്ന പ്രിന്ററിന്റെ സ്കാനർ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിൽ ഗൂഗിളിൻ്റെ ഹോം പേജ് എടുത്തതിന് ശേഷം എപ്സൺ L360 സ്കാനർ ഡ്രൈവർ എന്നുള്ളത് സെർച്ച് ചെയ്യുക. അവിടെ കുറേ വെബ്സൈറ്റുകൾ കാണിക്കും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് epson.co.in എന്ന എപ്സൺ ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കാണാൻ സാധിക്കും. ജസ്റ്റ് ആ വെബ്സൈറ്റിൻ്റെ അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വെബ്സൈറ്റ് ഓപ്പൺ ആയി വരുന്നതാണ്. വെബ്സൈറ്റ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ആദ്യം നമുക്കിവിടെ ചെയ്യാനുള്ളത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. വിൻഡോസ് മാക് വെർഷനാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് എന്ന് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കണ്ടില്ലേ? അപ്പോൾ അതായിരിക്കും നിങ്ങളെ വിൻഡോസ് വെർഷൻ വരുന്നത്. ഇതേപോലെ നിങ്ങളത് വേറെ ഏതെങ്കിലും വെർഷൻ ആണെങ്കിൽ അതിൻ്റെ നേരെ ഇതേപോലെ ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് എന്നുണ്ടാവും. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഗോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അതോടുകൂടി ഈ പേജ് ഒന്നുകൂടി റീലോഡ് ആവുന്നതാണ്. താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഡ്രൈവേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രിൻ്റർ ഡ്രൈവറും ഉണ്ട്, സ്കാനർ ഡ്രൈവറും ഉണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ സ്കാനർ ഡ്രൈവറാണ് പറയുന്നതെങ്കിലും പ്രിൻ്റർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മാത്രമേ സ്കാനർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ അത് വർക്ക് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഞാൻ സ്കാനർ ഡ്രൈവറിൻ്റെ നേരെ കാണുന്ന ഈ ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നെക്സ്റ്റ് പേജിലോട്ട് പോകും. അവിടെ ഈ അക്സെപ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് ആവശ്യമുള്ള ഫയൽ ഡൗൺലോഡിങ് ആവുന്നതാണ്. നിങ്ങൾക്ക് ഏകദേശം ഇവിടെ താഴെ കാണാൻ സാധിക്കും. കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആവും. ജസ്റ്റ് ആ ഡൗൺലോഡ് ചെയ്ത ഫയലിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരും. അതായത് എക്സ്ട്രാക്റ്റിംഗ് നടന്നതിന് ശേഷമാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുന്നത്. യെസ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അക്സെപ്റ്റിൻ്റെ അവിടെ ടിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ മസ്റ്റായിട്ട് പ്രിൻ്റർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. എന്നിട്ട് മാത്രമേ ഈ സ്കാനർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടുള്ളൂ. ഇൻസ്റ്റാളിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഈ ഫിനിഷ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അതോടുകൂടി നമ്മൾ ചെയ്ത പ്രോസസ്സ് എല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇനി സാമ്പിളിന് വേണ്ടി ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത ഫയൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ എപ്സൺ എന്നുള്ളതിലുണ്ടാവും, എപ്സൺ സ്കാൻ എന്ന ആപ്ലിക്കേഷൻ ഉണ്ടാവും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഓപ്പൺ ആയി വരുന്നതാണ്. പഴയ വെർഷൻ ആപ്പാണ് ഇതിന് വരുന്നത്. ഇവിടെ ചില സമയത്ത് ഇതേപോലെ ചോദിക്കും. അവിടെ നമ്മൾ പ്രിൻ്ററിൻ്റെ സീരീസ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നതാണ്. ഇങ്ങനെ എറർ വന്നു കഴിഞ്ഞാൽ ഒന്നും വേണ്ട, നിങ്ങൾ സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ പ്രോബ്ലം സോൾവ് ആവുന്നതാണ്. റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡെസ്ക്ടോപ്പിൽ തന്നെ ഇവിടെ കാണാൻ സാധിക്കും. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ സ്കാനർ ഗ്ലാസ്സിലൊരു ഡോക്യുമെൻറ്റ് വെക്കുന്നു. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ വരുന്നത്. ഇവിടെ താഴെ കാണുന്ന സ്കാൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. സ്കാനിങ് പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഇവിടെ പ്രിവ്യൂ കാണുന്നതാണ്. അത് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ കമ്പ്യൂട്ടറിലോട്ട് സേവ് ആവുന്നതാണ്.
നമ്മൾ കമ്പ്യൂട്ടറിൽ ഫോട്ടോയിൽ സേവ് ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ചെയ്ത പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റഡ് ആണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.